അങ്ങനെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ ഐറ്റംസ് ഓരോന്നായി വരാൻ തുടങ്ങി. ആദ്യം തന്നെ സാധാരണ പോലെ തന്നെ പേപ്പറും ഇലയും വന്നു. പിന്നെ 2 പാത്രത്തിലായിട്ട് ഒരു പായസവും പിന്നെ മധുരമുള്ളൊരു ഡിഷും വന്നു. പിന്നെ സാധാരണ ചെറുനാരങ്ങ, ഉള്ളി അങ്ങനെയുള്ള കാര്യവും ചിക്കൻ ഫ്രൈയും മട്ടൻ ഫ്രൈയും വന്നു. പിന്നെ നല്ല മട്ടൻ കറിയും വന്നു. പിന്നെ ഇഡ്ഡലീൻ്റെ കൂടെ ഈ മട്ടൻ കറിയും കൂട്ടി കഴിക്കണം. കൂടെ നല്ല അയക്കൂറ ഫ്രൈയും ഉണ്ട്. സത്യത്തിൽ ഈ മട്ടൻ്റെ തന്നെ പല വിഭവങ്ങളുടെ അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാത്തിൻ്റെയൊന്നും പേരറിയില്ല. അപ്പോൾ നമ്മൾ അത് ആദ്യമായി ഇഡലീൻ്റെ കൂടെ കഴിച്ചു. അത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള മട്ടൻ ബിരിയാണി വന്നു കേട്ടോ. അത് നല്ല സലാഡും അച്ചാറും ഈ അയക്കൂറ ഫ്രൈ ഒക്കെ വെച്ച് കഴിച്ച് തീർത്തു. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇത് ശരിക്കും നോൺ വെജ് സെക്ഷനാണ്. വെജ് സെക്ഷൻ വേറെയുണ്ട്. ഇത് തന്നെ നോൺ വെജ് സെക്ഷൻ തന്നെ 5-6 ഭാഗങ്ങളായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ സ്റ്റേജിൻ്റെ ഭാഗത്തോട്ടേക്ക് വന്നു. ഇവിടെ വലിയ ഫേമസ് ആയിട്ടുള്ള ഒരാൾ പാടുന്നുണ്ടായിരുന്നു. ഒരു ഭാഗത്തെ സ്റ്റേജിൽ മുഴുവൻ ചെക്കനും പെണ്ണും ബന്ധുക്കളും പിന്നെ കുറേ പൊളിറ്റീഷ്യൻസും അങ്ങനെയുള്ള ആൾക്കാരായിരുന്നു. മറുഭാഗത്താണെങ്കിൽ ഈ ഒരു ഗാനമേളയായിരുന്നു. എല്ലാം കൂടി നല്ലൊരു അടിപൊളി സംഭവമായിരുന്നു. പിന്നെ പുറത്ത് ഡെസേർട്ടിൻ്റെ സെക്ഷൻ വേറെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ മഴയായതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയില്ല. ഉള്ളിൽ തന്നെ കാണാൻ ഒരുപാട് കാഴ്ചയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഉള്ളിലൊക്കെ കുറേ നേരം കറങ്ങി തിരിഞ്ഞ് പിന്നെ പുറത്തോട്ടേക്ക് മെല്ലെ ഇറങ്ങി. അപ്പോഴും പുറത്ത് ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അവിടുന്ന് കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ റൂമിലോട്ടേക്ക് തിരിച്ചു പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ.